ഇപ്പോൾ ശ്രീ എ സജീവനും മാധ്യമപ്രവർത്തകൻ ചേരുന്നു. സജീവൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പതിവ് പോലെ വഴിമുട്ടിയ വാർത്തകളാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. അവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട്, ജാതി സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാകുന്നു. ദില്ലിയിൽ എത്തിയ നേതാക്കൾ അവിടെ എത്തിയപ്പോൾ തനിനിറം കാട്ടി തങ്ങളുടെ ഗ്രൂപ്പുകളുടെ സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിലൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കി വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കാര്യങ്ങൾ പോകുന്നു. എങ്ങനെ കാണുന്നു ദില്ലിയിലെ ഈ നീക്കങ്ങളെ കോൺഗ്രസ് പാർട്ടിയുടെ? പതിവ് പോലെയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ചിലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ്. കാരണം ആദ്യമൊക്കെ ഇന്നബിലിറ്റിയാണ് പ്രധാനമെന്നൊക്കെ പറഞ്ഞാലും കോൺഗ്രസിന്റെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. ഇവരെല്ലാം ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവരും മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഏറ്റവും പ്രധാനമായ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു. ഒരുപക്ഷെ ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുന്നു. അതിനുള്ള സാധ്യതകളും കുറവാണ് എന്ന രീതിയിൽ നേതാക്കളുടെ ഭാഗത്ത് തീരുമാനമുണ്ടാകും. ശ്രീലാൽ, ഈ നേരത്തെ ജോസഫ് വാഴക്കൻ പറഞ്ഞതുപോലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അല്പം വൈകിയാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം പല സംസ്ഥാനങ്ങളിലെയും പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കും വൈകൽ എന്ന് പറയുന്നത് വിശ്വസിക്കാവുന്ന കാര്യമാണെന്ന് കരുതാമോ? പ്രത്യേകിച്ചും കേരളത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ബഹുദൂരം മുന്നേറിയ സാഹചര്യത്തിൽ. രജിത്, കേരളത്തിൽ ഏത് ഘട്ടത്തിലാണ് എന്നുള്ളതല്ല ഹൈക്കമാൻഡ് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങുമ്പോൾ പരിഗണിക്കുക. കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും അധികം ജയസാധ്യതയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അപ്പോൾ കോൺഗ്രസിന് ഒരു ജയസാധ്യതയും ഇല്ലാത്തൊരു സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ആദ്യം എടുത്തു വെച്ച് അത് ആദ്യഘട്ടത്തിലായതുകൊണ്ട് അത് ആദ്യം ചർച്ച ചെയ്ത് കളയാം, കേരളം മൂന്നാം ഘട്ടത്തിലായതുകൊണ്ട് പിന്നീടാകാം എന്നൊന്നും ഒരു കാലത്തും അങ്ങനെ ഹൈക്കമാൻഡ് തീരുമാനിക്കാനാകില്ല. ഹൈക്കമാൻഡിന് ജയസാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും ആദ്യം അവരുടെ ശ്രദ്ധ വരിക. അങ്ങനെയെങ്കിൽ കേരളത്തിലേക്കാണ് ആദ്യം വരേണ്ടത്. പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങൾ വളരെ കുറവാണ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. വെസ്റ്റ് ബംഗാളിൽ ഒരു ജയസാധ്യതയുമില്ലാത്ത പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ടം തൊട്ട് 5ാം ഘട്ടം 6ാം ഘട്ടം വരെയുണ്ട് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി, ആ ആലോചന കഴിഞ്ഞ് മതി, കേരളത്തിലൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. കേരളത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിരുന്നുവെങ്കിൽ, കേരളത്തിലെ സംസ്ഥാന നേതാക്കൾ ഇരുന്നുകൊണ്ടുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ കേരളത്തിന് തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ അത്രയും നേരത്തെ ഹൈക്കമാൻഡ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കേരളത്തിന് ചർച്ച ചെയ്യാൻ എടുക്കുമായിരുന്നു. ഇത് കോൺഗ്രസ് ഈ വൈകുന്നത് കൊണ്ട് ഒരു കാരണം കണ്ടെത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾക്ക് തന്നെ ഇക്കാര്യത്തിൽ എങ്ങനെ വേണം എന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് വരുമ്പോൾ ആ സ്ഥാനാർത്ഥി അപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ദുർബലനാണ് എന്നുള്ള ഒരു ചർച്ച വരുന്നു. അല്ലെങ്കിൽ അവിടെ ഇന്ന ജാതിയിൽ നിന്നുള്ള ഒരാളുടെ ആയെങ്കിൽ കുറച്ചുകൂടി സാധ്യത. ഇങ്ങനെയുള്ള കണക്കുകൾ കോൺഗ്രസ് എല്ലാ കാലത്തും ചെയ്യാറുള്ളത് തന്നെയാണ്. ആ കണക്കെടുപ്പ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു താമസമാണിത്. ഇതിനിടയിലാകും ഗ്രൂപ്പിൻ്റെ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ചർച്ചകൾ വരുന്നു. ഇത്തവണ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ കൂട്ടുന്നതിനായി കേരള കോൺഗ്രസ് തർക്കവും കൂടി നിലവിലുള്ളത് കൊണ്ട് കെ സി ജോസഫ് ഇടുക്കി ആവശ്യപ്പെട്ട് നിൽക്കുമ്പോൾ കോൺഗ്രസിന് ഒരു കാരണവശാലും ഇടുക്കിയിൽ ഒരു സ്ഥാനാർത്ഥിയെ അങ്ങ് എടുത്തുചാടി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജോസഫിനെ പിണക്കുന്നതിന് തുല്യമാകും. അവിടെ ആ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയെ അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ കോൺഗ്രസ് ഇത്തവണ നിൽക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത് പറഞ്ഞതുപോലെ ഒരു ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും കോൺഗ്രസിന് ഇത്തവണ ചെറിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രമുഖ നേതാക്കൾ മാറി നിൽക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. അത് തന്നെയാണ് ഈ പട്ടിക വൈകാൻ കാരണം. ഗ്രൂപ്പ് തർക്കം എന്നതിനൊപ്പം തന്നെ ഇത്തരം ചില പ്രതിസന്ധികളും നിലനിൽക്കുന്നത് തന്നെയാണ് കോൺഗ്രസിന് ഇത്തവണ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നതും പ്രശ്നമാകുന്നതും. ആദ്യം കണ്ണൂരിൽ മത്സരിക്കാനില്ലെന്ന് കെ സുധാകരൻ പറയുകയുണ്ടായി. പിന്നീട് കെ സുധാകരൻ ആ നിലപാട് മാറ്റി. ഇങ്ങനെ ഉള്ള ഒരുപാട് പ്രതിസന്ധികൾ കോൺഗ്രസ് തരണം ചെയ്തു വരുന്നു. അതിനിടയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പട്ടിക വൈകുന്നത്. അതിന് മൂന്നാം ഘട്ടത്തിലായതുകൊണ്ട് കേരളത്തിൽ പതുക്കെ മതി എന്നുള്ള ആലോചനകളൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിരൺ, ഈ ഇവിടെ നിന്ന് പോയ നേതാക്കൾ, രാഹുൽ ഗാന്ധിക്കൊപ്പം വിമാനം കയറിപ്പോയ നേതാക്കൾ കൃത്യമായ പട്ടികയുമായി അവർ ഒരുമിച്ചിരുന്ന് ധാരണയിലെത്തിയ ശേഷമാണോ ദില്ലിയിലെത്തിയത്? ഈ ചർച്ചകൾ വഴിമുടങ്ങാൻ തുടങ്ങിയത് കേരളത്തിൽ നിന്ന് തന്നെ ആരംഭിച്ചിരുന്നോ അതോ ദില്ലിയിലെത്തിയ ശേഷമാണോ ഈ ആശയക്കുഴപ്പം സംഭവിച്ചത്? എന്താണ് സംസ്ഥാനത്ത് അതിനു മുൻപ് നടന്ന ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ? രഞ്ജിത്ത്, അങ്ങനെ ഏതെങ്കിലും കൃത്യമായ ഒരു ധാരണയിലെത്താൻ ഈ നേതാക്കൾക്കാർക്കും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ ശ്രീലാൽ പറഞ്ഞതുപോലെ മുൻകൂട്ടി ഇങ്ങനൊരു സ്ഥാനാർത്ഥി പട്ടിക കൃത്യമായി വേണം എന്ന തരത്തിലുള്ള ഒരു ഗൗരവമായ ആലോചനകൾ ഓരോ മണ്ഡലത്തിൽ നോക്കി മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥി ആരാണ്, ഇതിന് അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണോ, കേരളത്തിലെ ആകെ ഗ്രൂപ്പ് സമവാക്യവും സാമുദായിക സമവാക്യവും പാലിക്കുന്ന ഒരു പട്ടിക, അത്തരം ഒരു ഗൗരവമായ ചിന്തയിലേക്ക് അത്തരം ഒരു പട്ടിക തയ്യാറാക്കാൻ കേരളത്തിലെ നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ്. അത് നേരത്തെയും ഇവർ പല നേതാക്കളും മത്സരിക്കുമോ മത്സരിക്കില്ലയോ എന്ന തരത്തിലൊക്കെ ആശങ്ക നിലനിൽക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി, കെ സി വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വി എം സുധീരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളിൽ ആരൊക്കെ മത്സരിക്കും, ആരൊക്കെ മത്സരിക്കില്ല
എന്നടക്കം അവസാന നിമിഷം വരെ ഇവർ ആശങ്ക നിലനിർത്തുകയായിരുന്നു. ഇതിലൊന്നിലും ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ നേതാക്കൾ മത്സരിച്ചാൽ സ്വാഭാവികമായി ഉണ്ടാവുന്നത് അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ മാത്രം ഒഴിച്ചിടുക എന്നുള്ളതല്ല. ഇവർ മത്സരിച്ചാൽ അതിനനുസരിച്ച് മറ്റു മണ്ഡലങ്ങളിലെ ഈ സാമുദായിക സമവാക്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൃത്യമായി പാലിക്കും എന്നല്ല, ഇത് ഏകദേശം അത് പൂർണ്ണമായും തള്ളിക്കളയാൻ കോൺഗ്രസിനെ കാണിച്ച് ഒരു കാലത്തും കഴിയില്ല. കോൺഗ്രസ് പരസ്യമായി തന്നെ ഇത് അംഗീകരിക്കുന്നതാണ്. അങ്ങനെ അതിനനുസരിച്ച് മറ്റ് സ്ഥലങ്ങളിൽ ആര് വേണം എന്ന് സംബന്ധിച്ച് ഒരു തീരുമാനമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് മാറുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് പകരം വേറൊരാളെ കൊണ്ടുവരുന്നെങ്കിൽ അവർ ഏത് മതത്തിൽപ്പെട്ടതാണ്, ഏത് ജാതിയിൽപ്പെട്ടതാണ് എന്ന് അടക്കം ഇവർക്ക് ചിന്തിക്കേണ്ടി വരുന്നു. ആകെ എണ്ണം അതിൽ കൃത്യമാക്കേണ്ടതുണ്ട്. ഇത്തരം ചിന്തകളാണ് വീണ്ടും വീണ്ടും ഒരു സ്ഥാനാർത്ഥിയെ അഴിക്കുമ്പോൾ അതിന് പകരം ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥിയെ കൂടി വീണ്ടും മാറ്റേണ്ട അവസ്ഥ വരുന്നത്. അങ്ങനെയാണ് ഈ ആലപ്പുഴയിലും ആറ്റിങ്ങലും അടൂർ പ്രകാശിന്റെ പേര് ആദ്യം ആറ്റിങ്ങലാണ് വളരെ നേരത്തെ തന്നെ ധാരണയായത്. ആറ്റിങ്ങിൽ നിന്ന് ഒരു പേരാണ് പോയിരുന്നത്, അത് അടൂർ പ്രകാശിൻ്റെതാണ്. പിന്നീട് ആലപ്പുഴയിൽ KC വേണുഗോപാൽ മാറുന്നു എന്ന് പറയുന്നു. അവിടുത്തെ സമുദായ സമവാക്യങ്ങൾ കൂടി പരിഗണിച്ച് അടൂർ പ്രകാശിനെ ആലപ്പുഴയിൽ പരിഗണിക്കുന്നു. വീണ്ടും അതല്ല, വീണ്ടും തിരിച്ചുകൊണ്ട് ആറ്റിങ്ങിലേക്ക് തന്നെ മാറ്റുന്നു. അവിടെ ഷാനിമോൾ ഉസ്മാൻ പകരം വരുന്നു. ഇപ്പോൾ കിരണും ഉണ്ണിയും ശ്രീലാലുമുണ്ട്. ദില്ലിയിൽ ശ്രീധരൻപിള്ള മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. കുമ്മനം രാജശേഖരനൊപ്പമുണ്ട്. അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ട ശേഷം തിരിച്ചുപോയി. അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ജ്യോതികുമാർ ചാമക്കാല, വിന്നബിലിറ്റിയാണ് പ്രധാന ഘടകമെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞപ്പോഴും ദില്ലിയിലെത്തിയപ്പോൾ നേതാക്കന്മാരുടെ മട്ടുമാറി. അവിടെ ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ട്, ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇന്ന് രാവിലെ നൽകാനുള്ളത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അല്ല, ഈ വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി കൂടിയപ്പോൾ തന്നെ 16-ാം തീയതി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്ന് പറഞ്ഞതാണ്. ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്ന് ഇന്നലെ തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ടുമുണ്ട്. സ്വാഭാവികമായി കിരൺ സൂചിപ്പിച്ചതുപോലെ ചർച്ചകൾ നടക്കും. ചർച്ചയിലെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. എല്ലാ സാമുദായിക മതസംഘടനകളും ഒക്കെ അതിന്റെ പ്രാതിനിധ്യവും ഒക്കെ ഉറപ്പുവരുത്താറുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. എല്ലാ യുവാക്കൾക്ക് വേണം, വനിതകൾക്ക് വേണം, എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തണം. അതൊക്കെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയായി പ്രവർത്തിക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക സ്വാഭാവികമാണ്. അതിന്റെ ഭാഗമായി എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാകും വരിക. അതിനകത്ത് കൂടുതൽ ചർച്ച നടക്കുന്നത് എപ്പോഴും നല്ലതിനാണ്. അല്ലാതെ ഞങ്ങൾ LDFന്റെ സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടല്ലോ ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക. തീർച്ചയായും LDFന്റെ മികച്ച സ്ഥാനാർത്ഥികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുൻകാലങ്ങളിലും ഇതിനൊക്കെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷമാണ് UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വരാറുള്ളത്. ഒരു ദേശീയ പാർട്ടി എന്നതിൽ അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഇന്ന് തന്നെ ആ പട്ടിക പുറത്തു വരും. വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറമായി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ, വിന്നബിലിറ്റി ഒരു മാനദണ്ഡമാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും പുറത്തു വരിക. അത് ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും ചെയ്യും. ജ്യോതികുമാർ ചാമക്കാല, ഈ ഭിന്നബിലിറ്റിയുള്ള പ്രധാന മുതിർന്ന നേതാക്കൾ അവർ പലരും പിന്മാറുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത സാഹചര്യമായിരുന്നു. KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല, ഉമ്മൻചാണ്ടി മത്സരിക്കുന്നില്ല, സുധീരൻ മത്സരിക്കാനില്ല. അത്തരത്തിലുള്ള പ്രമുഖരൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിന്നിരുന്നെങ്കിൽ ഉറപ്പായും ജയിക്കുന്ന സ്ഥാനാർത്ഥികളായിരുന്നു. ഒരുപക്ഷെ അവരുടെ സ്വാധീനം മറ്റു മണ്ഡലങ്ങളിലെ ജയസാധ്യതയും കാര്യമായി ബാധിച്ചേനെ. അവരൊക്കെ പിന്നോട്ട് മാറിയത് ഈ പട്ടികയെ അല്പം ദുർബലമാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അതെങ്ങനെയാണ് രഞ്ജിത്ത് പറയാൻ കഴിയുക? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ CPM-ലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മാത്രമേ ഉള്ളൂ അവരുടെ മിടുക്കർ. അവരെക്കാൾ സീനിയേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാർ മിടുക്കന്മാരായിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിന്ന് എത്ര പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ CPM-ലുണ്ട്? അതിൽ എത്ര പേർക്ക് മത്സരിക്കുന്നുണ്ട്? ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ, MIB എന്തേ മത്സരിക്കാത്തത്? MIB മത്സരിക്കാൻ MIB-യേക്കാളും മിടുക്കരാണോ ബാക്കി 20 പേരും? അതല്ല മാനദണ്ഡം. ഇതിനകത്ത് ഒരുപാട് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. KC വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം AICC-യുടെ ഓഫീസിന്റെ ചുമതലയുള്ള സംഘടനാ സംവിധാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയപ്പോൾ തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരിക്കുക അപ്രായോഗികമാണ് എന്ന് അന്ന് തന്നെ നമ്മൾ എല്ലാവരും വിലയിരുത്തുകയാണ്. പിന്നെ ഇലക്ഷൻ സമയത്ത് വാർത്തയ്ക്ക് വേണ്ടി അങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാന്നുള്ളതല്ല. അത് KC വേണുഗോപാലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനം അവിടെ അനിവാര്യമാണ്. ഒരു ഘട്ടത്തിലും അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പോലും ഒരുപക്ഷെ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ച് അദ്ദേഹം ജയിക്കുന്നതായി തർക്കമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ആ ആലപ്പുഴ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളോട് നീതി പുലർത്താൻ കഴിയുമോ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കണം ആദ്യം തന്നെ ശഠിച്ചത്. അല്ലാതെ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ ഇല്ല. മറിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഉമ്മൻചാണ്ടി സാർ മത്സരിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ AICC ആണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹവും AICC-യുടെ ജനറൽ സെക്രട്ടറിയാണ്, കർണാടകയുടെ ചുമതലയുള്ള ഒരാളാണ്. അപ്പോൾ നിരന്തരമായി ദേശീയ തലത്തിൽ ചുമതലയുള്ളവർ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. ശ്രീ VMC സംബന്ധിച്ച് അദ്ദേഹം വളരെ നേരത്തെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പാർലമെന്റ് രംഗത്തേക്കില്ല, ചെറുപ്പക്കാർക്ക് അവസരം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിൽക്കുന്നു. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവർ മത്സരിച്ചാൽ മാത്രമേ വിജയിക്കൂ എന്ന് പറഞ്ഞതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? അത് ഏത് പാർട്ടിയിലായാലും അങ്ങനെയല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ മത്സരിക്കണമെന്ന് നിർബന്ധിപ്പിക്കാത്തത്? എത്രയോ അവരുടെ കൂട്ടത്തിൽ എത്രയോ മന്ത്രിമാരുണ്ട് സീനിയേഴ്സ് മത്സരിക്കാൻ കഴിയുന്നവർ, അവരെ മത്സരിപ്പിക്കണം എന്ന് നിർബന്ധിപ്പിക്കാത്തത്? അവരൊക്കെ ഓരോ ചുമതല വഹിക്കുന്നവരാണ്, അതുകൊണ്ടാണ് അവർ മത്സരിക്കാത്തത്.
അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കുന്നവർക്ക് അതിനോടൊപ്പം ജനപ്രതിനിധി കൂടി ആകാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അത് ഞങ്ങൾക്ക് മനസ്സിലാകും, പബ്ലിക്കിന് മനസ്സിലാകും, നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാകാതുള്ളൂ. ഏതായാലും ഞങ്ങളുടെ പട്ടിക വരുന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോ ഫീൽഡ് ചെയ്യപ്പെട്ടുള്ള മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ മികച്ചവരാണെന്നും ദേശീയ സംസ്ഥാന രാഷ്ട്രീയം കൂടി വിലയിരുത്തി എല്ലാ അർത്ഥത്തിലും UDF അനുകൂലമായ ഒരു വിധിയെഴുത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നന്ദി ജ്യോതികുമാർ ചാമക്കല. അഡ്വക്കേറ്റ് ജയശങ്കറും ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര പരിചിതമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സാധാരണ സീറ്റ് കിട്ടാൻ വേണ്ടി ഇടിയായിരുന്നു പാർട്ടിയിൽ. ഇപ്പോൾ സീറ്റ് വേണ്ട എന്ന് പറഞ്ഞ് മുതിർന്ന നേതാക്കൾ അടക്കം പിന്മാറുന്ന സാഹചര്യം. അവരുടെ പുറകെ നടക്കുകയാണ് വിജയസാധ്യത കണക്കിലെടുത്ത സംസ്ഥാന നേതൃത്വവും DCCകളും ഒക്കെ. അത്തരം ചർച്ചകളിൽ വഴിമുട്ടി ഇപ്പോൾ ദില്ലിയിലെ ചർച്ചകളും അല്പമൊന്ന് പുറകോട്ടായിരിക്കുകയാണ്. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. അല്ല, സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പോലുള്ള പാർട്ടികളിൽ ഇതുപോലുള്ള തർക്കങ്ങൾ പല രീതിയിലും ഉണ്ടാകും. സാധാരണ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളുടെ തള്ളിക്കയറ്റമാണെങ്കിൽ ഇത്തവണ സ്ഥാനാർത്ഥികളാകാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. സീറ്റ് കിട്ടിയാൽ മത്സരിക്കാം, സീറ്റ് കിട്ടാൻ താല്പര്യമുള്ളവരുണ്ട്. പക്ഷെ LDFന്റെ മികച്ച സ്ഥാനാർത്ഥികളായതുകൊണ്ട് അതിനെ വെല്ലുന്ന സ്ഥാനാർത്ഥികൾ, അതിനോട് കിടപിടിക്കുന്നവരല്ല, അതിനെ വെല്ലുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാകണം എന്ന ഒരു ശാഠ്യ മനോഭാവം കൊണ്ട് പിന്നെ KPCC പ്രസിഡന്റ് AICC ജനറൽ സെക്രട്ടറി മത്സരിക്കുകയില്ല എന്ന നിലപാട് കൈക്കൊണ്ടതുകൊണ്ടുമാണ് ഇങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പല പഠനങ്ങളെ സംബന്ധിച്ച് അനൗപചാരികമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ആശയക്കുഴപ്പം നിലനിലുള്ള വയനാട് സീറ്റിനെ കുറിച്ചാണ്. വയനാട് വിജയസാധ്യത കൂടുതലുള്ള ഒരു മണ്ഡലമായതുകൊണ്ട് അവിടെ മത്സരിക്കാനായിട്ട് നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കന്മാരുടെ വലിയ ഒരു നിര തന്നെ മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ എറണാകുളത്ത് പ്രൊഫസർ KV തോമസ് ആണ് സിറ്റിംഗ് MP. അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടാകുകയില്ല എന്ന രീതിയിലുള്ള ഒരു സംസാരം നടക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ മാറ്റുകയാണെങ്കിൽ പിന്നെ ആരായിരിക്കും? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സംഭവം നമുക്കറിയാമല്ലോ. അവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ നോക്കണം, സാമുദായിക സന്തുലനം പാലിക്കണം, അങ്ങനെ മറ്റു പല കടമ്പകളും ഉണ്ട്. പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഘടകകക്ഷികൾ കൂടി സ്വീകാരണമുള്ള ആളായിരിക്കണം. അങ്ങനെയുള്ള പല പരിഗണനകളും ഇതിനകത്ത് വരും എന്നുള്ളതുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത്. പിന്നെ കോൺഗ്രസിനോട് വേറൊരു ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിലെ 3ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. 1ാം ഘട്ടത്തിലോ 2ാം ഘട്ടത്തിലോ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല. ഹൈക്കമാൻഡിൽ നിന്നുള്ളതിനൊക്കെ പച്ചക്കൊടി കാണിക്കണ്ടേ. അപ്പൊ അത് രണ്ടും തീരാതെ കേരളത്തിലെ പട്ടിക എടുക്കാനായിട്ട് സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിന് ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ പല ബുദ്ധിമുട്ടുണ്ട്. ഇതേ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ BJPയിലും കാണുന്നുണ്ട്. അവിടെയും സ്ഥാനമോഹികളുണ്ട്, പിടിവലിയുണ്ട്. അതുപോലെ തന്നെ ഹൈക്കമാൻഡിന് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. 1-2 ഘട്ടങ്ങളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം. അത് കഴിഞ്ഞിട്ടല്ലേ 3ാം ഘട്ടത്തിന്റെ പ്രശ്നം പരിഹരിക്കും. പക്ഷെ ഇവിടെ ഒരു സാഹചര്യം ഉള്ളതെന്ന് വെച്ചാൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. അവർ പ്രചാരണം ഏതാണ്ട് ഒരു റൗണ്ട് പൂർത്തിയാക്കാറായിരിക്കുന്നു എന്നുള്ളതാണ്. നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ചർച്ചകൾ ദില്ലിയിൽ തുടരുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോഴും ചില ഘടകങ്ങളിൽ തട്ടി ഈ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. അതിൽ ജാതി ഗ്രൂപ്പ് സമവാക്യങ്ങളുണ്ട്. ഒപ്പം മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന കാര്യത്തിലുള്ള ആശയക്കുഴപ്പമുണ്ട്. ഇതൊക്കെ പരിഗണിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. ദില്ലിയിൽ മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും ഇത്തരത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഇന്ന് തന്നെ ഒരു പക്ഷേ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകും എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ കിരൺ ബാബുവും ഉണ്ണിയും ഒപ്പം TJ ശ്രീലാലും. കിരൺ ബാബുവിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, കിരൺ, ഈ ഉണ്ണിത്താനെ വടകരയിൽ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യം, അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കേണ്ടതുണ്ട്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ മത്സരിക്കുന്നു. അവിടെ വിജയം കോൺഗ്രസിന് സിറ്റിംഗ് സീറ്റ് കൂടിയാകുമ്പോൾ ഉണ്ണിത്താനെ പോലൊരാളെ മത്സരിപ്പിക്കുക. ഒപ്പം ഇടുക്കിയിലേക്ക് പത്തനംതിട്ടയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി മത്സരിപ്പിക്കുക. ഉമ്മൻചാണ്ടി പത്തനംതിട്ടയിൽ മത്സരിക്കുക. ഇത്തരത്തിലുള്ള സമവാക്യങ്ങളൊക്കെ രൂപം കൊണ്ടുവരികയാണ് ദില്ലിയിൽ. വിജയസാധ്യതയെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പം വലിയ തോതിൽ ഉണ്ട് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ എന്ന് വേണമോ കരുതാൻ? പ്രത്യേകിച്ചും ശക്തരായ സ്ഥാനാർത്ഥികളെ CPM രംഗത്തിറക്കിയെന്ന പ്രതീതി ആദ്യഘട്ടം മുതൽ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഈ വിജയസാധ്യത സംബന്ധിച്ച് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് CPMന്റെ സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമൊക്കെ വലിയ തോതിൽ നേതാക്കൾക്ക് നിലനിൽക്കുന്നുണ്ടോ? അതായിരിക്കുമോ ഇത്രയധികം ചർച്ചകൾ വൈകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്? രഞ്ജിത്ത്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം.
ഇക്കുറി കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. കേരളത്തിൽ ഒരു മികച്ച വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് 2 പ്രധാന നേതാക്കളാണ് ദേശീയ ഭാരവാഹ ചുമതലയിലുള്ളത്, KC വേണുഗോപാലും ഉമ്മൻചാണ്ടിയും. അതോടൊപ്പം തന്നെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഈ 4 പേരെ സംബന്ധിച്ച് ഈ കേരളത്തിലെ വിജയം അതീവ നിർണായകമാണ്. മറ്റെന്തെല്ലാം പരിഗണനകൾ പറയുമ്പോഴും സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ സ്വാഭാവികമായും ഹൈക്കമാൻഡ് മുന്നിൽ, രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഇവർക്ക് മറുപടി പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഇത് ഇവരുടെ ഭാവിയിലേക്കുള്ള ഇവരുടെ ബാർഗനിങ് പവറിനെ അടക്കം ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു ഏതെങ്കിലും സമവാക്യം റെഡിയാക്കാൻ വേണ്ടി മുമ്പ് പല കാലങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അവസാനം സാമുദായിക സമവാക്യങ്ങൾ ശരിയാക്കാനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യം ശരിയാക്കാനോ തികച്ചും അപ്രസക്തരായ അല്ലെങ്കിൽ ഒരു തരത്തിലും വിജയസാധ്യതയില്ലാത്തവരടക്കം പലപ്പോഴും മത്സരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇക്കുറി അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കോൺഗ്രസിന് കഴിയില്ല. അതിനെക്കുറിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾക്കും ആ ഒരു ധാരണയുണ്ട്. പക്ഷേ ഇവർ ഈ ധാരണയ്ക്കനുസരിച്ച് മുൻകൂട്ടിയുള്ള ഒരു ഹോംവർക്ക് ഇക്കാര്യത്തിൽ ചെയ്തില്ല എന്നുള്ളതാണ് ഇത്രത്തോളം വൈകാൻ കാരണം. അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഈ പ്രധാന നേതാക്കൾ 16 സീറ്റിലേക്കും ഒന്നാം നമ്പർ സ്ഥാനാർത്ഥി ഇന്നതാണ് എന്ന മട്ടിൽ ഒരു സ്ഥാനാർത്ഥി പട്ടിക കൊടുക്കാൻ ഇവർ കഴിഞ്ഞിരുന്നെങ്കിൽ ഹൈക്കമാൻഡ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യമായ ഇടപെടൽ അതിൽ നടത്തില്ല. ഇവരുടെ തീരുമാനത്തിനെ പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറായതിന് കേരളത്തിലെ നേതാക്കൾ പ്രധാന നേതാക്കളാണ്. അവർക്ക് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാനും ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലായാലും തീരുമാനമെടുക്കാൻ ശേഷിയുള്ളവരുമാണ്. പക്ഷേ അത്തരത്തിൽ കേരളത്തിലെ നേതാക്കൾക്ക് ഒരു പട്ടിക സമർപ്പിക്കാൻ കഴിയുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ ശ്രീലാൽ പറഞ്ഞതുപോലെ ഇവർ ഓരോ മണ്ഡലങ്ങളിലും ഏതെല്ലാം തരത്തിൽ വേണം എന്ന് സംബന്ധിച്ച് അവർ മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നില്ല. അവസാന നിമിഷം വരെയും എല്ലാ തവണയും ഇങ്ങനെയാണ്, മുൻകാലങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. അവസാനം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് തലേന്ന് വരെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷം സ്ഥാനാർത്ഥികളെ മാറ്റിയ ചരിത്രം കോൺഗ്രസിനുണ്ട്. പരസ്യമായ ഗ്രൂപ്പ് പോലെ വന്ന ചരിത്രമുണ്ട്. അവർ ആലോചിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലേക്ക് ഒരു പരസ്യമായ പോരിലേക്കോ അല്ലെങ്കിൽ അത്തരം ഒരു അപകടകരമായ ഘട്ടത്തിലേക്കൊന്നും പോകുന്നില്ല. താരതമ്യേന വളരെ മെച്ചപ്പെട്ട അവസ്ഥയാണ്. അതുകൊണ്ടുണ്ടായ ഒരു അലസത കൂടിയാവാം ഇപ്പോൾ പ്രധാന പ്രതിസന്ധി അവിടെയല്ല നിൽക്കുന്നത്. ഇടതുമുന്നണി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ദില്ലിയിൽ നിന്ന് പുറത്തു വരുന്നത്, ഉമ്മൻചാണ്ടിയെ ദില്ലിക്ക് വിളിപ്പിച്ചു. ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയെ രാഹുൽ ഗാന്ധി അടിയന്തരമായി ദില്ലിക്ക് വിളിപ്പിച്ചു എന്ന രീതിയിലുള്ള വാർത്തയും പുറത്തുവരുന്നു. ഉണ്ണി ചേരുന്നു. ഉണ്ണി, വിവരങ്ങൾ. രഞ്ജിത്ത്, ഇന്നലെ രാത്രിയാണ് ഉമ്മൻചാണ്ടി ആന്ധ്രാപ്രദേശിലെ സീറ്റ് വിഭജന ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി അങ്ങോട്ട് പോയിരുന്നത് ഡൽഹിയിൽ നിന്നും. ഇന്നലെ അദ്ദേഹം ഡൽഹിയിൽ കേരളത്തിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ അനൗപചാരികമായുള്ള ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുത്തതാണ്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാൻ പോവുകയാണ് 4 മണിക്ക്. അതിന് മുന്നോടിയായി കൂടിയാണ് ഉമ്മൻചാണ്ടിയെ വിളിപ്പിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഡൽഹിയിലെത്തും. ഉമ്മൻചാണ്ടിയുമായി കേരളത്തിലുള്ള നേതാക്കളടക്കം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ വിഷയത്തിൽ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ പേര് ഏറ്റവും ഒടുവിലെ ഘട്ടത്തിൽ സജീവമായി പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തുടക്കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പത്തനംതിട്ടയിലോ ഇടുക്കിയിലോ മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. എന്നാൽ പുതിയ സാഹചര്യത്തിൽ KPCC തന്നെ ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്നൊരു നിർദ്ദേശം രാഹുൽ ഗാന്ധിക്ക് മുമ്പാകെ വയ്ക്കാനായാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. KPCC അദ്ദേഹത്തെ അനുനയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടി പേരുള്ള പട്ടിക ഹൈക്കമാൻഡിന്റെ മുമ്പാകെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പാകെ വയ്ക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അതായത് പത്തനംതിട്ടയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുകയാണെങ്കിൽ ആന്റോ ആന്റണിയെ ഇടുക്കി മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ 3 മണ്ഡലങ്ങളിൽ, കോട്ടയം അടക്കമുള്ള 3 മണ്ഡലങ്ങളിൽ അതിന്റെ വലിയ അലയൊലികൾ ഉണ്ടാക്കാമെന്നൊരു കണക്കുകൂട്ടലാണ് KPCC നേതൃത്വത്തിനുള്ളത്. ഉമ്മൻചാണ്ടിയുടെ പേരുള്ള പട്ടിക കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയിൽ വയ്ക്കുമ്പോൾ തന്നെ കുറെ കൂടി ബലമുള്ള ഒരു പട്ടിക എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഉണർവുണ്ടാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ KPCCയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടി വേണം ഉമ്മൻചാണ്ടിയോട് എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ എത്താനായി നൽകിയിരിക്കുന്ന ഈ സന്ദേശം. ശരി ഉണ്ണി.